ജനാധിപത്യ അവകാശത്തിൻ്റെ അടയാളമാണിത്. ഞാൻ എൻ്റെ വോട്ട് ചെയ്തു. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ല ഉത്സാഹത്തോടെ ആണ് പോളിങ്ങിൻ്റെ ആരംഭം. നല്ല പോളിംഗ് ശതമാനം ഉണ്ടാകും എന്ന് ഉറപ്പുണ്ട്. ജനങ്ങൾക്ക് വളരെയേറെ താല്പര്യമുള്ളൊരു തിരഞ്ഞെടുപ്പാണിത്. കേന്ദ്രത്തിൽ മതേതരത്വം സംരക്ഷിക്കുന്ന ശക്തമായൊരു ഗവൺമെൻറ്, കേരളത്തിൽ വികസനവും കരുതലും ആയി കഴിഞ്ഞ 1000 ദിവസത്തിലധികം പ്രവർത്തിക്കുന്ന UDF ഗവൺമെൻറ്റിന് ജനങ്ങളുടെ അംഗീകാരം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരു വിധിയെഴുത്ത്, ഈ 3 അർത്ഥത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ താല്പര്യപൂർവ്വം ഈ വോട്ടിങ്ങിൽ പങ്കെടുക്കും. ഇതുവരെയുള്ള സൂചനകൾ അതാണ് വ്യക്തമാക്കുന്നത്. UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല വിജയമുണ്ടാകും. തികഞ്ഞ ആത്മവിശ്വാസമാണ് UDF പ്രവർത്തകർക്ക് ഈ സംസ്ഥാനത്തൊട്ടാകെ ഉള്ളത്. യാതൊരു മാറ്റവുമില്ല. തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFനായിരുന്നു മുൻകൈ. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമെല്ലാം വളരെ നല്ല അന്തരീക്ഷത്തിൽ തീർന്നു. ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ പേര് വന്നപ്പോൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രതികരണം UDFന് വളരെ അനുകൂലമായിരുന്നു. UDF സ്ഥാനാർത്ഥികളുടെ സ്വീകാര്യത നിയോജക മണ്ഡലങ്ങളിൽ വളരെ വ്യക്തമായി. വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പിൽ നടന്നത്. കോൺഗ്രസ്സിലും UDFലും ഒരു ടീം സ്പിരിറ്റോട് കൂടിയിട്ടുള്ള യോജിച്ച ഒന്നിച്ചുള്ള പ്രവർത്തനം ഉണ്ടായി. ഇതെല്ലാം UDFൻ്റെ അനുകൂല ഘടകങ്ങളാണ്. ഇപ്പം ജനങ്ങൾ അവരുടെ വിധിയെഴുത്ത് ആരംഭിച്ചു. ആന്റണി സംസാരിക്കുന്നു. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ആന്റണി തിരുവനന്തപുരത്ത് ആന്റണിയുടെ വാക്കുകളിലേക്ക്. Voting for a CPM is a waste because only Congress can form a government in Kerala. In favor of the state government which is functioning for development and care, and also this election is a verdict against the politics of violence of CPM. Thank you. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് എഡിറ്റർ കേരള കൗമുദിയിലെ സബ് എഡിറ്റർ ശ്രീ കൃഷ്ണകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ 2 പേരുടെയും ആകസ്മികമായ മരണത്തിൽ എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഇന്നലെ ആ വീട്ടിൽ പോയിരുന്നു. എൻ്റെ അനുശോചനം ഞാൻ ആ കുടുംബാംഗങ്ങളോട് നേരിട്ട് അറിയിച്ചിരുന്നു. കോട്ടയത്ത് കേരള കൗമുദി യൂണിറ്റിൽ സബ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന കൃഷ്ണകുമാറിൻ്റെ നഷ്ടം മാധ്യമ ലോകത്തിന് ഒരു തീരാ നഷ്ടമാണ്. അതിൽ എൻ്റെ ദുഃഖം ഞാൻ പ്രകടിപ്പിക്കാനും ഈ അവസരം വിനിയോഗിക്കുന്നു. വൈദ്യുതാഘാതമേറ്റ് മരിച്ച കേരള കൗമുദിയിലെ സബ് എഡിറ്റർ കൃഷ്ണകുമാറിന് അനുശോചനം അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി.